നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. സമയം 12 മണിയാകുന്നു. നട്ടപ്പൊരിയുന്ന വെയിലത്ത് നിന്ന് ഒരുപറ്റം തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ വകവയ്ക്കാതെ അവർ അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്ഥലം ചെമ്പന്തൊട്ടി. ആരോരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ദിവ്യകാരുണ്യ ഗുരുകുലം. വെൽഡിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപറ്റം തൊഴിലാളികൾ. ഓൾ കൈൻഡ്സ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു വെൽഡർമാർ സംഘടിച്ചുകൊണ്ടുള്ള ഒരു സംഘടന. നമ്മൾ സംഘടനയുടെ നേതൃത്വത്തിൽ കൈത്താങ്ങുന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഗുരുകുലത്തിൽ ഈ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗുരുകുലം നമ്മളോട് ആവശ്യപ്പെടുകയും നമ്മുടെ പ്രവർത്തകർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഈ വെൽഡിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വെൽഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല. ഒരു നിമിഷം നോക്കിക്കഴിഞ്ഞാൽ അന്ന് മുഴുവൻ തലവേദനയായിരിക്കും. ആ സമയത്താണ് ഏതാണ്ട് 12 മണിക്കൂറിലധികം ഇവർ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ ഒരു മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് ആർക്കും കഴിയും. എന്നുമായിട്ട് 28ഓളം നമ്മുടെ പ്രവർത്തകർ വന്ന് ഫ്രീ ആയിട്ട് ഇതിന് കൈത്താങ് പരിപാടിയിൽ സഹകരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ കൈത്താങ്ങിൻ്റെ ഭാഗമായി ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് മേഖലയിൽ, തലശ്ശേരി മേഖലകളിൽ, മറ്റേ കണ്ണൂർ മേഖലയിൽ ഒരുപാട് കൈത്താങ്ങങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്വ എന്ന് പറയുന്ന വെൽഡിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും ഒരു സംഘടനയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ ഇരട്ടി മേഖലാ കമ്മിറ്റിയാണ് ചെമ്പന്തൊട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു നന്മയുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അതായത് അർഹതയുള്ള ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ സേവനം സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. കാരണം ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും സാധാരണക്കാരാണ്. അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയാണ് നമ്മൾ വെൽഡിംഗ് മേഖലയിൽ പണിയെടുക്കുന്നത്. അത് അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ സങ്കടം കണ്ടുകൊണ്ട് അതിൽ ഒരു സാന്ത്വനമായി മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ 30 വർഷമായി ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ഞാൻ കോഴിക്കോടാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ സംഘടന ഇവിടെ ഇങ്ങനെ വിളിച്ചൊരു ഇത് തുടങ്ങാമെന്ന് പറഞ്ഞ കാരണം ഇവിടെ വന്നതാണ്. ഇന്നലെ ഇന്നും ഇവിടെ വന്ന് ചെയ്തു. പിന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇന്ന് തീർക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഈ തൊഴിലാളികളുടെ നന്മയുള്ള പ്രവൃത്തികൾക്ക് എല്ലാവിധ ഭാവുകളും നേരുകയാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.